വെൽക്കം ടു ജുലിനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ്, ഹൈ പ്രോട്ടീൻ ദോശ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ചെറുപയറാണ്. ഞാനത് നന്നായി കഴുകി വൃത്തിയാക്കി ഇന്നലെ രാത്രി മുഴുവൻ സോക്ക് ചെയ്ത് വെച്ചു. നിങ്ങൾക്കിനി രാത്രി സോക്ക് ചെയ്തിടാൻ പറ്റിയില്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുത്താൽ മതി. ഈ ഒരു ഗ്ലാസ്സിലാട്ടോ ഞാൻ 2 ഗ്ലാസ് ചെറുപയർ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്ലാസ്സിലാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ മെഷർമെൻറ്റ് കപ്പിലാണോ അതനുസരിച്ച് എടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് കുതിർത്തെടുത്ത ഈ ചെറുപയർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അല്പം ഇഞ്ചി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ, അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇട്ടാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, കൂടുതൽ വേണ്ട, അല്പം. ഇനി വേണമെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വെള്ളം ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അല്പം തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശയുടെ ആ പരുവത്തിൽ വേണം ഈ ബാറ്റർ കിട്ടാൻ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, കണ്ടോ. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം സവാള ചെറുതായി അരിഞ്ഞെടുത്തതും കൂടെ ഇടാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ, എൻ്റെ കയ്യിലില്ല. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. കണ്ടോ, നല്ല സൂപ്പർ ദോശ റെഡിയായി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും ചുട്ടെടുക്കാം. എല്ലാവരുടെയും വീടുകളിൽ ധാരാളം ചെറുപയർ ഇരിക്കുന്നുണ്ടാവും. റേഷൻ കടകൾ വഴി നമുക്ക് ധാരാളം ചെറുപയർ, കടലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുപയർ വേസ്റ്റാക്കി കളയാതെ നമുക്ക് ഇതേപോലെ ദോശ ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന ഒരു ദോശയാണ്. നിങ്ങൾ ആദ്യമായാണ് ജുലിനാസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.